Welcome back to the team Smart Vision. ഇന്നൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നൗവഡേയ്സ് നമുക്ക് ഒരു ടെക്നിക്കൽ സിനാരിയോയിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടിപ്പിക്കലായിട്ട് ഒരു നെറ്റ്വർക്ക് ക്യാമറ കേബിളിൽ രണ്ട് ക്യാമറ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ജനറൽ സെൻസിൽ എന്താണ് ഓപ്ഷൻ ഉള്ളത്? ഒരു സ്വിച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു PoE വെച്ച് കൊടുക്കുക, അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുക, ക്യാമറ കൊടുക്കുക. അപ്പോൾ ഒരു PoE വെക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പോർട്ടിൻ്റെ PoE വെക്കേണ്ടി വരും. അതിൽ ഇൻപുട്ട് കൊടുക്കണം, അതിന് 230 വോൾട്ട് പവർ കൊടുക്കണം. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റോളേഷൻ കഴിഞ്ഞു, ഇനി ആ വർഷത്തേക്ക് ഒരു കേബിൾ വലിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലേ അല്ല. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് ഒരു ഇൻ ബിറ്റ്വീൻ ഒരു 150 മീറ്ററിൽ കൂടുതൽ അഡീഷണൽ വലിക്കണം, അല്ലെങ്കിൽ 100 മീറ്ററിൻ്റെ അടുത്ത് കേബിളിംഗ് വലിക്കണം. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്കൊരു ക്യാമറ അഡീഷണൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ എന്താ ചെയ്യുക? സ്വിച്ച് വെച്ച് കൊടുക്കുന്നു, PoE ജസ്റ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. പക്ഷേ അതിന് ബദലായിട്ട് നമുക്ക് വേറൊരു സിമ്പിൾ ടിപ്പ് യൂസ് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ടും പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് ഒരാൾ പറഞ്ഞത് കേട്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ഞാനത് ചെയ്തിട്ട് ഓക്കെയാണ്. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 1 ഇയർ വെയിറ്റ് ചെയ്തു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിമ്പിൾ നെറ്റ്വർക്ക് കേബിൾ, അഡീഷണൽ ആയിട്ട് ഒരു ആക്സസറീസ് യൂസ് ചെയ്യുന്നില്ല. ബേസിക് ആയിട്ടൊരു ക്രിമ്പിംഗ് ടൂളിൻ്റെ ക്രിമ്പിങ്ങിൻ്റെ ചെറിയൊരു ചേഞ്ചിങ് കൊണ്ട് നമുക്ക് ഒരു കേബിളിൽ കൂടെ തന്നെ 2 PoE ക്യാമറ റൺ ചെയ്യിക്കാൻ പറ്റും. സംഭവം വളരെ സിമ്പിളാണ്. ഇത് ഒരു നെറ്റ്വർക്ക് കേബിൾ, ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് കേബിളാണ്. ഇതൊരു 5 മീറ്റർ ലെങ്ത് ഉണ്ടാവും. ജസ്റ്റ് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മൾ സാധാരണ നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്യുന്ന കളർ കോഡ് എന്താണ്? വൈറ്റ് ഓറഞ്ച്, വൈറ്റ് ഗ്രീൻ, വൈറ്റ് ബ്ലൂ, ഗ്രീൻ, വൈറ്റ് ബ്രൗൺ. ഇതിൽ 1 2 3 6 ആ കേബിൾസ് മാത്രമാണ്. ദാറ്റ് മീൻസ് ആ ഒരു പൊസിഷൻസ് മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പൊസിഷൻസിലുള്ളതിന് മാത്രം എടുക്കുന്നു. ലെഫ്റ്റ് നിന്നല്ല കേട്ടോ. വൈറ്റ് ഓറഞ്ച്, വൈറ്റ് ഗ്രീൻ. അത് കഴിഞ്ഞ് 2 പോയിൻ്റ് വിട്ടിട്ട് ഗ്രീൻ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു സെക്ഷനായി. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഓറഞ്ചിൻ്റെ സ്ഥാനത്ത് ബ്ലൂവും ഗ്രീനിൻ്റെ സ്ഥാനത്ത് ബ്രൗണും വെക്കുന്നു. അതും ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലൂ, വൈറ്റ് ബ്രൗൺ കഴിഞ്ഞിട്ട് 2 പോയിൻ്റ് വിട്ടിട്ടാണ് മൂന്നാമത്തത് ക്രംപ് ചെയ്തിരിക്കുന്നത്. സെയിം മെത്തേഡ് തന്നെ ഇപ്പുറത്ത് യൂസ് ചെയ്യുന്നു. അപ്പോൾ ദാറ്റ് മീൻസ് ഓറഞ്ചും ഗ്രീനും ഒരു സെറ്റായിട്ടും ബ്ലൂവും ബ്രൗണും ഒരു സെറ്റായിട്ടും നമുക്ക് കിട്ടും. ഇതാണ് ഇതിൽ വേണ്ട ആകെയുള്ള മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് ക്യാമറ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഈ മെത്തേഡ് യൂസ് ചെയ്ത് ജസ്റ്റ് പ്രോപ്പറായിട്ട് IO യൂസ് ചെയ്തോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ടേപ്പ് ചെയ്തോ, അല്ലെങ്കിൽ സോൾഡർ ചെയ്തോ യൂസ് ചെയ്യാൻ പറ്റും. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സംഭവം സിമ്പിളല്ലേ? നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6 രൂപ 7 രൂപ 8 രൂപ ആ റേഞ്ചിൽ. കാരണം ഇതുപോലുള്ളൊരു കൺവേർട്ടർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു 750,000 ആ റേഞ്ചോളം ഈ കൺവേർട്ടർ. ദാറ്റ് മീൻസ് ആ സ്പ്ലിറ്റേഴ്സിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോൾ അത് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത. കാരണം വെക്കുന്ന പോർഷൻ ഔട്ട് സൈഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഫംഗസ് പോലെ വന്ന് അത് പിന്നെ കണ്ടിന്യൂറ്റി വരാതെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഹാർഡ്വെയർ കോസ്റ്റിൽ എന്ന് പറയുന്നത് ആ ഒരു പെരിഫറൽ കമ്പോണൻസിൻ്റെ ആ കോസ്റ്റിൽ ഒരു 1000 സേവ് ചെയ്യാം. സെയിം വേ തന്നെ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ കോസ്റ്റും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സംഭവം സിമ്പിളാണ്. ഇതുപോലെ നമ്മൾക്കറിയാത്ത പല കാര്യങ്ങളുമുണ്ട്, പല ടെക്നിക്സുമുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കറിയാവുന്ന ടെക്നിക്സ് ജസ്റ്റ് പിങ് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് ഞാൻ മറ്റുള്ളവരിലേക്ക് ആ ഡാറ്റ ഷെയർ ചെയ്യാം. അതല്ല, എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ.